ഹായ് ഓൾ. കണ്ടിന്യൂസ് ആയിട്ടുള്ള 8 ദിവസത്തെ ലൂസിങ് സ്ട്രീക്കിന് ശേഷം ഇന്നാണ് ഒരു പ്രോഫിറ്റബിൾ ഡേ വന്നത്. ഇന്ന് ട്രേഡ് എടുത്ത ഗോൾഡാണ്. നിങ്ങൾ കാണുന്ന പോലെ മാർക്കറ്റ് സെൽ ഓൺ ഡ്രൈവ് സ്ട്രക്ചറാണ്. ഒരു ബ്രേക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അപ്പ് സൈഡിലേക്കുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ ഒരു സപ്ലൈ സോണിലേക്കാണ് മാർക്കറ്റ് എത്തിയത്. അവിടെ വന്നിട്ട് നെഗറ്റീവ് സൈഡിലേക്ക്, അതായത് സെൽ സൈഡിലേക്കൊരു മൊമെൻറ്റം ബിൽഡപ്പ് കണ്ട സമയത്ത് ഞാൻ അവിടെ ഷോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇന്നത്തെ ട്രേഡ് പ്ലാൻ ലോ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തി, പിന്നെ ഒരു പുൾ ബാക്ക്, ഒരു ബ്രേക്ക് സ്ട്രക്ചർ നടത്തി, അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം പിന്നെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ നടത്തി, അതിനുശേഷം ഒരു പുൾ ബാക്കിലാണ് ഞാൻ എൻട്രി എടുത്തത്. മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ബ്രേക്ക് സ്ട്രക്ചറിന് കാരണമായിട്ടുള്ള ഹൈ സ്വീപ്പ് ചെയ്തു. ഫസ്റ്റ് ടൈം സ്വീപ്പ് ചെയ്തു, സെക്കൻഡ് ടൈം സ്വീപ്പ് ചെയ്തു, എന്നിട്ട് താഴേക്കൊരു മൊമെൻറ്റം കാണിച്ചു. തേർഡ് ടൈം വന്ന് സ്വീപ്പ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റം കാണിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സെൽ സൈഡ് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് വെച്ച് ഏകദേശം 1:5 RR അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള 8 ഡേയ്സ് ഓഫ് ലൂസിങ് സ്ട്രീക്ക്, 8 ട്രേഡ്സ് ഓഫ് ലൂസിങ് സ്ട്രീക്ക്, 4 ദിവസത്തെ ലൂസിങ് സ്ട്രീക്ക്. അതിൻ്റെ മൊത്തത്തിലുള്ള സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ലാസ്റ്റ് വീക്ക് എൻ്റെ ലൂസിങ് സ്ട്രീക്സ് ഫുള്ള് US നാസ്ഡാക്കിലായിരുന്നു. ഒരു ട്രെൻഡ് ട്രേഡർ ആയതുകൊണ്ട് തന്നെ മെയിൻ ട്രെൻഡിൻ്റെ കൂടെ ട്രേഡ് എടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ 8 കൺസിക്യൂട്ടീവ് ലോസസിൻ്റെ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സെൽ ഓൺ റൈസാണ്. ഫസ്റ്റ് ടൈം ഇവിടെ നമ്മുടെ സപ്ലൈ സോളിലെത്തി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, വിത്ത് ഇംബാലൻസ്. അത് കഴിഞ്ഞ് റീട്രേസ്മെൻറ്റ്, അത് കഴിഞ്ഞ് റീട്രേസ്മെൻറ്റിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് പോകുന്നു എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അവിടെ സെൽ ചെയ്തു. ഫസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഇത് ഒന്നുകൂടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിലല്ല, അവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോഴാണ് ഞാൻ സെക്കൻഡ് ഷോട്ട് ചെയ്തത്. അതും എൻ്റെ SL ആവുകയാണ് ചെയ്തത്. 1%, 2%, 1%, 2% SL അടിച്ചു. എൻ്റെ സിസ്റ്റം പ്രകാരം ഞാൻ അവിടെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മുകളിലേക്ക് പിന്നെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് നെക്സ്റ്റ് സപ്ലൈ സോണിൽ നിന്ന് ഒരു റിയാക്ഷൻ കാണിച്ചു. പിന്നീടുള്ളൊരു റീട്രേസ്മെൻറ്റിൽ ഞാൻ എൻട്രി എടുത്തു. അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് അഗെയിൻ സ്റ്റോപ്പ് ലോസ് നൈറ്റ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിം സെറ്റപ്പ്, പിന്നെ മുകളിലേക്ക് പോകുന്നു, അവിടുത്തെ ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്തിട്ട് MSS വരുന്നു, ഞാൻ ഷോർട്ട് ചെയ്യുന്നു, SL അടിക്കുന്നു. നെക്സ്റ്റ് സോണിലേക്ക് പോകുന്നു, എൻജിനിൽ ലിക്വിഡിറ്റിയൊക്കെ എടുക്കുന്നു, നെക്സ്റ്റ് ലാസ്റ്റ് സോണിലേക്ക് എത്തുന്നു. അങ്ങനെ ഓക്കെ, ലാസ്റ്റ് സപ്ലൈ സോണിൽ നിന്ന് MSS കിട്ടിയ സമയത്ത് ഞാൻ പിന്നെ ഷോർട്ട് ചെയ്തു. അവിടെ പ്രോപ്പറായിട്ടുള്ള MSS ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ ഒരു സെൽ സൈഡ് മൂവ്മെൻറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ SL ഹിറ്റ് ചെയ്ത് മുകളിൽ പോയതിനു ശേഷം മാർക്കറ്റ് എൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ഭീകര മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കവിടെ എൻട്രി എടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് എൻട്രി എടുത്തില്ല അവിടെ. ഓക്കെ, എൻ്റെ എക്സാക്റ്റ് ടാർഗറ്റ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ എൻട്രി എടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കംപ്ലീറ്റ് ലോസസ് അവിടെ റിക്കവർ ആവായിരുന്നു. പക്ഷേ കൺസിക്യൂട്ടീവ് ലോസസ് ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പൊസിഷൻ സൈസിങ് റെഡ്യൂസ് ചെയ്ത് ഹാഫാക്കിയാണ്. ഓക്കെ, ഞാൻ പിന്നെ അവിടെ നിന്ന് സ്റ്റേബിൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ആവുക ചെയ്തത്. അങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് SL അടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗോൾഡിലാണെന്ന് റിക്കവറായി വന്നത്. ഓക്കെ, ഏകദേശം ഇനിഷ്യൽ ബാലൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു എൻ്റെ എക്സിറ്റ് ട്രേഡ് ഇന്നത്തെ. ഓക്കെ, നമുക്ക് ഞാൻ എന്തായാലും എൻ്റെ PNL അറ്റാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.